ഗൈസ് ബ്ലാസ്റ്റേഴ്സ് ആഡി സെയിൽ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ കണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം തന്നെ തുടങ്ങിയത്. അങ്ങനെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് പ്രബീർ ദാസ് ലോൺ മൂവിൽ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഔട്ട് ഗോയിങ്സ് സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഇൻകമിങ്സ് വരാത്ത സാഹചര്യത്തിൽ അതൊരു നിരാശപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു ഔട്ട് ഗോയിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പ്രബീർ ദാസുമായിട്ട് നമ്മൾ 2026 വരെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറുമായിട്ട് അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വെച്ചത് എന്നുള്ളത് കൺഫ്യൂസിങ് ആണ്. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി അങ്ങ് സംസാരിക്കാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു മൂവിനെ പറ്റി തന്നെ സംസാരിക്കാം. സോ നമുക്കറിയാം അദ്ദേഹം ബേസിക്കലി ഒരു റൈറ്റ് ബാക്ക് ആണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഏതാണ്ട് 10 മത്സരങ്ങളിൽ താഴെയാണ് കളിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഏതാണ്ട് 400 മിനിറ്റ് പോലും തികച്ച് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ 2 സീസണിൽ ISL-ൽ. സോ ഇങ്ങനെ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അദ്ദേഹം ഡിഫെൻസീവ്ലി പ്രശ്നങ്ങൾ വരുത്തും, ഇഞ്ചുറി പ്രോൺ ആണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു താരമാണ് ഇദ്ദേഹം. സോ വന്ന സമയത്ത് ആദ്യത്തെ ചില മാച്ചസിൽ ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കിയാലും പിന്നീട് അത് കുത്തനെ ഇടിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു മൂവ് ഇപ്പോൾ മുംബൈയിലേക്ക് ലോൺ മൂവിന് പോകുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു പ്ലെയറെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്നുള്ളതൊരു ഡൗട്ട്ഫുള്ളാണ്. ഞാനൊരു മോശമാക്കി പറയില്ല, പക്ഷേ നമുക്ക് ഈ ഒരു താരത്തെ പറ്റി ഇപ്പോൾ ചില മുംബൈ പോയിട്ട് ഇതിനേക്കാൾ ബെറ്ററായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം. പക്ഷേ KBFCയിൽ സോഫാർ അങ്ങനെ ഒരു ഉപകാരപ്പെടാത്തൊരു താരം എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു താരത്തെ പറയേണ്ടത്. സോ മുംബൈ സിറ്റി FC ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു പിന്നിൽ എനിക്ക് തോന്നും, ഇപ്പം അവരുടെ വാൽപൂയ എന്ന് പറയുന്ന താരം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് മാച്ച് കളിച്ചില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം 4th എല്ലാം ആണ്. പിന്നെ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് അദ്ദേഹം ഒരു ഇഞ്ചേർഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇഞ്ചുറിയുടെ എത്രത്തോളം അതൊരു മേജർ ഇഞ്ചുറി ആണോ മൈനർ ഇഞ്ചുറി ആണോ എന്ന് അറിയത്തില്ല. അപ്പം ആ സാഹചര്യത്തിൽ ഇപ്പം ഹാർദിക് ഭാട്ടാണ് ആ പൊസിഷനിൽ കളിക്കുന്നത്. അദ്ദേഹം ലാസ്റ്റ് മാച്ചിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുത്തിയിരുന്നു. അപ്പം മുംബൈ സിറ്റി FC മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിരിക്കണം ഇപ്പോൾ പ്രബീർ ദാസ് എന്ന് പറയുന്ന താരത്തെ ഒരു ലോൺ മൂവിൽ സൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു താരം ഞാൻ പറഞ്ഞല്ലോ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ആരാണ് വരാൻ പോകുന്നത് ആ പൊസിഷൻ നമുക്ക് ക്രൂഷ്യലാണ്. ഇപ്പം പല റൂമേഴ്സും കേൾക്കുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഒരു ബെറ്റർ ഓപ്ഷൻ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വേണമെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം സന്ദീപിന് പ്രശ്നങ്ങളുണ്ട്, ഇപ്പം ഐബൺ കളിച്ചു വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കൂടിയേ തീരൂ, ഒരു ബാക്കപ്പ് ഓപ്ഷൻ, ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെ വേണം. അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതായത് പറഞ്ഞത് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല, ആര് വരുന്നു എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ ഇപ്പം ഗോഡ്സ് ഓൺ ഫുട്ബോളിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്വീറ്റ് കണ്ടിരുന്നു, രാഹുൽ KP മേ ബി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വേർവിരിയും എന്നുള്ളത്. നമുക്കറിയാം ഈ ഒരു സമ്മറിൽ കോൺട്രാക്റ്റ് തീരാൻ പോകുന്നൊരു താരമാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ക്ലബിന് എന്തെങ്കിലും ചെറിയ തരത്തിലെങ്കിലും ഫീ കിട്ടും. അതുമല്ല ഫീ ഇല്ലാതെ ലോണിലാണ് പോകുന്നതെങ്കിലും നമുക്ക് തോന്നും ഇപ്പം ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ കോച്ചാണെങ്കിലും ഒന്നും ഇപ്പോൾ കോറു സിംഗ് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒട്ടും തന്നെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹം നമുക്കറിയാം ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് കളിച്ചു. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സൗത്ത് ക്ലബ്ബൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ട് ഒരു ബെറ്റർ ഒരു ലെവലിലേക്ക് വരട്ടെ. ചിലപ്പം ഒരു പ്ലെയർ മറ്റൊരു ക്ലബ്ബിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ പ്ലെയറിന് നല്ലതായിരിക്കും, ചിലപ്പോൾ ക്ലബിന് നല്ലതായിരിക്കും എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു വാർത്ത ഇന്ന് കേട്ടത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. ഇപ്പം ആരൻ ഡിസിൽവ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് FC സ്ട്രൈക്കർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് സീസണിലൊക്കെ അവർക്ക് ഈ വിദേശ താരങ്ങളൊക്കെ വരാത്ത സാഹചര്യത്തിൽ ആദ്യത്തെ കുറേ മാച്ചസ് ആരൻ ഡിസിൽവയാണ് കളിച്ചത്. പക്ഷേ അങ്ങനെ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം 25 ISL മത്സരത്തിൽ നിന്ന് ആകപ്പാട് ഒരു ഗോളോ മറ്റൊന്നും സ്കോർ ചെയ്തിട്ടുള്ളതും ഈ സീസണിൽ അങ്ങനെ കളിച്ചിട്ട് കണ്ടിട്ടുമില്ല. അദ്ദേഹം FC ഗോവയിലേക്ക് ഒരു മൂവ് നടത്താൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ IFT ന്യൂസ് മീഡിയയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇന്ന് നേരം പുലരുമ്പോൾ അല്ലെങ്കിൽ നേരം പുലർന്ന് ഉച്ചയ്ക്കാകുന്ന സമയത്ത് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഇൻകമിങ്സ് വരും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പം നമുക്കറിയാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിൽ മറ്റ് ടീമുകളൊക്കെ ജനുവരിയിൽ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്, എസ്പെഷ്യലി മുംബൈ അല്ലെങ്കിൽ ഇതേപോലെ പ്രശ്നങ്ങളുള്ള ടീമുകളെന്നൊക്കെയുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയഫ്.